ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ പോത്തുകളൊക്കെ കച്ചവടമായിട്ടുണ്ട്. നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ രണ്ടാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച അങ്ങോട്ട് വീഡിയോ ഇട്ടു, ഞായറാഴ്ച നമുക്ക് കച്ചവടമായി. അപ്പോൾ സന്തോഷമുണ്ട്. ഈ പ്രാവശ്യത്തെ പോത്തുകളും നമ്മുടെ കച്ചവടം കഴിഞ്ഞ് പോയി. അപ്പോൾ നമ്മൾ അതിലൊരു പോത്തിനെയാണ് പുറത്തേക്ക് ഇറക്കി കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. ഇതാണ് നമ്മുടെ പോത്തുകൾ. നമ്മുടെ 6 പോത്തുകൾ. ഈ തെറ്റത്ത് നിൽക്കുന്ന പോത്ത് ഏകദേശം ഒരു ചെറിയ പോത്താണ്. 100 കിലോ റേഞ്ചിൽ ഇറച്ചി തൂക്കം കിട്ടുന്ന പോത്ത്. ബാക്കിയുള്ള 5 150 കിലോയ്ക്ക് മേലേക്കുള്ള ഉണ്ട്. 1-2 അല്ലെങ്കിൽ ഒരെണ്ണം 150 കിലോൻ്റെ താഴത്തേക്കുള്ള ഉണ്ട് ഇറച്ചി തൂക്കം. എന്നാലും കുഴപ്പമില്ല. നല്ല പുല്ലും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ആയിരുന്നു. നല്ല രീതിയിൽ നമുക്ക് നോക്കാൻ ദൈവം സഹായിച്ചു. അപ്പോൾ ഇത് നമ്മൾ അന്ന് കൊടുക്കാൻ നിൽക്കുന്ന നേരത്തെ വൃത്തിയായി കഴുകി തുടച്ച് അന്നത്തെ ഒരു വീഡിയോ ആണ്. ഇന്നിത് മോശമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇപ്പോൾ വെള്ളമൊക്കെ കയറി ആകെ ഇവിടെ തകിട് പൊടിയാണ്. പുല്ലും കാര്യങ്ങളൊക്കെ ലേശം ഷോർട്ടാണ്. എന്നാലും നമ്മൾ പെരുന്നാൾ വരെ നോക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷമം എന്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അവിടെ പാടത്ത് വെള്ളം കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് പുല്ല് അത്യാവശ്യം. ഇപ്പോൾ എന്നാലും പരമാവധി പുറത്തുനിന്നും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് നമ്മൾ ഈ കണ്ട കാലം നോക്കിയതല്ലേ. നമുക്ക് ഒന്നൊരാഴ്ചത്തെ ബുദ്ധിമുട്ട് വിചാരിക്കാൻ പറ്റില്ല. നമുക്കിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച തൊട്ടാണ് നമുക്ക് പാടത്ത് വെള്ളം കയറി തുടങ്ങിയത്. എന്നിരുന്നാലും നമ്മൾ പറഞ്ഞ വാക്ക് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ പെരുന്നാളിൻ്റെ തലേദിവസം ഒരു കൊണ്ടുപോകും. അപ്പോൾ ഒരു സെറ്റപ്പാക്കി വെള്ളം കയറിയാലും നമുക്ക് കുറച്ച് കൈത്തീറ്റ ചിലവൊക്കെ കാശിലവ് കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ഡീസൻ്റ് പാർട്ടീസാണ്. നമുക്ക് പള്ളിക്കാരാണ് കൊണ്ടുപോയത് നേരിട്ടിട്ട്. അപ്പോൾ നമുക്ക് അവരെ വെറുപ്പിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് ആളുകൾ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്ത വാലിയും അതുപോലെ തന്നെ ഇടനിലക്കാരുടെ ചവിട്ടും കുത്തും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല ആളുകളെ കിട്ടും. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് 3.25 രൂപയുടെ, അതായത് 3,75,000 രൂപയുടെ റേഞ്ചിനാണ് നമ്മൾ ഈ പോത്തുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർ വിചാരിക്കും ഈ പോത്തിനെ നഷ്ടമാണ്, അല്ലെങ്കിൽ ചിലർ വിചാരിക്കും ഭയങ്കര ലാഭമാണെന്ന്. നഷ്ടമാണെന്ന് പറയുന്നവരോട് ഞാൻ ഇതിൽ സംതൃപ്തരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ദൈവം സഹായിച്ച് കുഴപ്പമില്ല. വലിയൊരു അതിഗംഭീരമായ ലാഭമൊന്നും ഞാൻ പറയില്ല. പക്ഷെ നമുക്ക് ചിലവാക്കിയ കാശില്ല. നമുക്ക് വേനൽക്കാലത്ത് നല്ലൊരു പൈസ ചിലവായിട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഹാപ്പി ആണ്. ചിലവാക്കിയ കാശൊക്കെ നമുക്ക് സിമ്പിളായിട്ട് കയ്യിൽ വന്നു. നമുക്ക് ചെറിയൊരു ലാഭം കുറവാണെങ്കിലും ഈ പ്രാവശ്യം നമ്മുടെ അധ്വാനത്തെ ദൈവം മാനിച്ചു. നമുക്കത് പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ ചെയ്തതിൻ്റെ രണ്ടാമത്തെ ദിവസം തന്നെ നമ്മുടെ പോത്തുകളൊക്കെ കച്ചവടമായി. അപ്പോൾ പിന്നെ നഷ്ടമാണ് ലാഭമാണെന്ന് പറയുന്നത്, നഷ്ടമാണെന്ന് പറയുന്നവരോട് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമുക്ക് കുഴപ്പമില്ല, നമ്മൾ സന്തോഷവാനാണ് ഈ ഒരു പൈസ കിട്ടിയതിൽ. അപ്പോൾ ഓരോ പോത്തിൻ്റെതായ വിലകളിലാണ്. നമുക്ക് ഒരു 3.25 6 പോത്തിന് 3.25 ലക്ഷം രൂപയാണ് നമുക്ക് ഏകദേശം റേഞ്ച് പിടിച്ചിട്ടുള്ളത്. അത് അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് ഷെയർ പള്ളിക്കാർ ഓരോ പോത്തിന് ഓരോ ഷെയർ തിരിച്ചിടും. അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് ഏകദേശം വലിയ പോത്തിന് ഏകദേശം നമുക്കൊരു 60-നും 70-നും ഇടയിൽ വില, അല്ലെങ്കിൽ ഒരു 65 രൂപയുടെ റേഞ്ചിൽ നമുക്ക് സിമ്പിളായിട്ട് പോത്ത് ഓരോന്നും വില വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ചെറിയ പോത്തുണ്ട് ഒരെണ്ണം. അത് നമ്മൾ മനസ്സിലാക്കണല്ലോ. പിന്നെ അധിക ലാഭമാണെന്ന് വിചാരിക്കും വേണ്ട. ഇപ്പോൾ ഈ ഒരു 3.25 ലക്ഷം രൂപ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇതിൽ എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. പോത്തിൻ്റെ പൈസ പ്ലസ് നമുക്ക് ചിലവൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലാഭക്കാശ് ലേശം കുറവാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ പ്രാവശ്യം പോത്തുകളൊക്കെ ലേശം എന്താ പറയുക, ലേശം എല്ലാവർക്കും വേനൽക്കാലത്തെ ബാധിച്ചിടത്തോളം പോത്തുകൾ വളർന്നു കയറി വരാനുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കൈത്തീറ്റ ചിലവും അതുപോലെ തന്നെ പുല്ലരിയണ കാര്യങ്ങളൊക്കെ നമ്മൾ മെഷീനൊക്കെ വാങ്ങിച്ച് പുല്ലൊക്കെ അരിഞ്ഞ് നല്ലൊരു അധ്വാനം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തീറ്റപ്പുല്ല് വെച്ചത് ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് മാർച്ച് മാസം തൊട്ട് തീറ്റപ്പുല്ല് വെട്ടാൻ പറ്റി. അടുത്ത രാഷ്ട്രീയക്ക് നമ്മൾ ഇനി പൂത്തിനെ വാങ്ങിക്കും മുമ്പായിട്ട് തീറ്റപ്പുല്ലും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെന്തായാലും. പിന്നെ എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പോത്ത് ഏകദേശം നമ്മുടെ കയ്യിൽ അത്യാവശ്യം തിരക്കേടില്ലാത്ത ഫില്ലിങ് വന്ന പോത്തുകളാണ്. നമ്മുടെ ചെറിയ പോത്താണെങ്കിലും വലിയ പോത്തുകളാണെങ്കിലും നമ്മുടെ ഉള്ളതിൽ കേട്ടോ, ഏറ്റവും വലിയ പോത്തൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ പോത്തുകളൊക്കെ നല്ല വൃത്തിയിലും അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങിലും വരാൻ ദൈവം നമ്മളെ അനുവദിച്ചു എന്ന് പറയാൻ കാരണം വെച്ചാൽ, നമ്മൾ എടുത്ത പണി ആ പോത്തിൻ്റെ കാശ് ചിലവാക്കിയതും കഷ്ടപ്പെട്ടതൊക്കെ നമുക്ക് അതിൻ്റെ ശരീരത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ഏകദേശം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഏകദേശം ഈ പോത്തുകളെ നമ്മൾ വളർത്തിയിട്ടില്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏകദേശം ഒരു 10 മാസത്തിൻ്റെ റേഞ്ച്. അതായത് നമ്മൾ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് മാസം തൊട്ട് കൂട്ടിക്കോ. ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ഫസ്റ്റ് ആയിട്ട് വാങ്ങിച്ചാണ്. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് 10 മാസത്തെ ഒരു വളർച്ചയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓരോ മാസത്തെ വളർച്ചകൾ വേനൽക്കാലത്തൊക്കെ നമുക്ക് കൂടുതലും ജനുവരി തൊട്ട് അല്ലെങ്കിൽ ഒരു ഫെബ്രുവരി തൊട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് നോക്കിയിട്ടുള്ളത്. ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 3 മാസം, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ, ഈ 3 മാസം ഇടതടയിലാണ്ട് കൈത്തീറ്റും പച്ചപ്പുല്ലും അതിഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നിനൊന്നും കുറവില്ലാത്ത രീതിയിൽ പുഷ്ടിമയുടെ പെല്ലറ്റ്
പരുത്തിപ്പിണ്ണാക്ക്, ചോളത്തവിട്, അങ്ങനെ നല്ല മാതിരി സാധനങ്ങളൊക്കെ നമ്മൾ ഒരു വിധത്തിൽ തിരക്കേടില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ നല്ല മാതിരി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിവർ ടോണിക്, ടോണോ ബൂസ്റ്റ് സാധനങ്ങളൊക്കെ നമുക്ക് പൈസ ചിലവ് വന്നിട്ടുണ്ട്. നമുക്ക് ആ പൈസ ചിലവാക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു 2-3 അല്ലെങ്കിൽ ഒരു 3-4 ആളുകൾ വരുമ്പോഴേക്കും നമുക്ക് ആ പോത്തുകളൊക്കെ പെട്ടെന്ന് സഡനായിട്ട് സെയിലായി പോയി. നമ്മുടെ ഈ ഒരു പോത്ത് നമുക്ക് ഒരു കൊല്ലം നിർത്തുകയാണെങ്കിൽ അതിഗംഭീരമായിട്ടുള്ളൊരു പോത്തായിട്ട് മാറും. പക്ഷെ നമ്മൾ വലിയ പോത്തിലേക്ക് പോകുന്നത് ഇനിയൊരു അല്ലെങ്കിൽ ഒരു നല്ലൊരു തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആദ്യമൊക്കെ 12 മാസം 10 മാസമൊക്കെ വളർത്തുന്നു, ഇപ്പോഴും നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു 10 മാസം വളർത്തുന്ന സിറ്റുവേഷൻ കുറച്ച് കുറവായിരിക്കും. നമ്മൾ സെലക്റ്റീവായിട്ടുള്ളൊരു 3-4 പോത്തുകളെ നമ്മൾ വൃത്തിയായിട്ട് വലിയ പോത്തിലേക്ക്, ഈ പോത്തിൻ്റെ കണ്ടീഷനുള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ലേശം വലിപ്പം പോകുന്ന കണ്ടീഷനിലേക്ക് ഒരു 3-4 പോത്തുകൾ മാത്രം തൽക്കാലത്തേക്ക് നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അതായത് ഒരു ജൂൺ, ഇന്ന് വീഡിയോ നമ്മൾ ചെയ്യുന്നത് ശനിയാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ശനിയാഴ്ച, അതായത് ജൂൺ 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ഒക്കെ ആയിട്ട് നമ്മുടെ പോത്തുകളൊക്കെ നമുക്ക് പോവും. 5-ാം തീയതി അല്ലെങ്കിൽ 6-ാം തീയതി ഒക്കെ ആയിട്ട് നമ്മുടെ പോത്തുകളൊക്കെ നമുക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പഞ്ചായത്തിൽ നിന്ന് കിട്ടിയൊരു പോത്ത് മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ആ ഒരു ചെറിയ പോത്ത് മാത്രം. അപ്പം നമ്മൾ ആദ്യം തീറ്റപ്പുല്ലും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ വലിയ പോത്തിനെ ലേശം ഫ്രെയിമുള്ള ഏകദേശം ഒരു 10-40 രൂപ റേഞ്ച് വരുന്ന ഒരു 300 കിലോ അല്ലെങ്കിൽ ഒരു 250 കിലോയ്ക്ക് മേലെ ഇറച്ചി തൂക്കം പിടിക്കുന്ന പോത്തുകളുള്ള കണ്ടീഷനിലേക്കുള്ള നല്ലൊരു ഫ്രെയിം 2-3-4 എണ്ണമാണ് നമ്മൾ എടുക്കാൻ, അല്ലെങ്കിൽ 2-3 എണ്ണൊക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പോൾ പ്രാവശ്യത്തെ തീരുമാനം നമ്മൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മളൊരു കാര്യം വിചാരിക്കുന്നത് അത് അതേമാതിരി തന്നെ നടക്കണമെന്നില്ല. അത് ഓരോന്നിനും ഓരോ പദ്ധതികളും വിഭാഗങ്ങളൊക്കെ നമ്മുടെ മാത്രം തീരുമാനങ്ങൾ നടക്കണമെന്നില്ലല്ലോ. ഓരോന്നിനും ഓരോ കാര്യങ്ങൾ ദൈവം തന്നെ തീരുമാനിച്ചു വെച്ചില്ല. പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ ഈ ഒരു പ്രാവശ്യം പോത്തുകളെ ചെറുതിനെ സ്വതവേ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ പ്രാവശ്യം ഇനി നമ്മൾ പോത്തും കുട്ടികളെ ചെറുതിനെ എടുക്കുന്ന വളർത്തി വലുതാക്കുന്ന ഒരു പരിപാടി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇടത്തരം പോത്തുകൾ നമ്മൾ അത്രക്കധികം മാസം വളർത്താനുള്ളൊരു സിറ്റുവേഷനും അതൊക്കെ അപ്ഡേഷനുകൾ നമ്മൾ തീർച്ചയായും വരുന്നതായിരിക്കും. അത് പോത്തിനെ കൊടുത്തതിന് ശേഷം നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമ്മളിനി 10-12 മാസം ഒരു കൊല്ലമൊക്കെ വളർത്തിയിട്ട് അതിനുള്ളൊരു മെച്ചം ഇതിന് കാണാനില്ല, ബെനിഫിറ്റ് ഇല്ല എന്നല്ല കേട്ടോ. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഒരു അപ്ഡേഷൻ വരുത്താണ്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോത്ത് വളർത്തലും കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ചുരുങ്ങിയതൊരു 8-9-10 കൊല്ലത്തിൽ താഴെയായി നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഓരോ കൊല്ലം ചെല്ലുന്തോറും അറിവുള്ള ആളുകൾ പറയുന്നതും അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ പെരുന്നാൾ ദിവസങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ നമ്മളത് ചിന്തിക്കണം. ഞാനൊക്കെ ആദ്യം പോത്തിനെ വളർത്തുന്ന സമയത്ത് ഓഗസ്റ്റ് മാസത്തിലൊക്കെ ആയിരുന്നു തോന്നുന്നു പെരുന്നാൾ വന്നിരുന്നത്. അത് ജൂലൈയിലേക്ക് എത്തി, ജൂണിലേക്ക് എത്തി, ഇപ്പം എന്തായി മെയ്യിലേക്ക് എത്തി. അപ്പം നമ്മുടെ രീതികളും അതിന് കുറച്ച് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ പോത്തുംകുട്ടികളെ ഈ 20-25 ആ ഒരു റേഞ്ചിലൊക്കെ എടുത്തിട്ട് വളർത്തുമ്പോൾ ഗുണമില്ല എന്ന് ഞാൻ പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാനും ഇതൊക്കെ വളരെയധികം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പോത്തുങ്ങളെ നമ്മൾ എടുത്ത് വളർത്തി വലുതാക്കിയിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരുത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അത് എന്താണ് കാരണം എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ തീർച്ചയായും പറയുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഈ ഒരു പോത്തിൻ്റെ വളർച്ചയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ഈ വീഡിയോയിൽ കാണാമായില്ല, കുറച്ചും കൂടി ഒരു ഗെറ്റപ്പിലേക്ക് ഉണ്ടാവാൻ. പക്ഷെ നമ്മുടെ ഫോണിൽ ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ വലിപ്പം കാര്യങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്നുള്ളൂ. അത്ര ഇങ്ങോട്ട് വലിയൊരു പോത്തൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഏകദേശം ഒരു 170 കിലോൻ്റെ അല്ലെങ്കിൽ ഒരു 160-170 കിലോൻ്റെ റേഞ്ചിൽ ഇറച്ചി തൂക്കം പിടിക്കുന്ന ഒരു പോത്ത് പള്ളി കണക്കിന് വെട്ടുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 155-നും 170-നും ഇടയിൽ ഇറച്ചി തൂക്കം പിടിക്കുന്ന ഒരു പോത്ത്. നമ്മൾ വലിയൊരു പോത്തൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഏകദേശം ഒരു 430-നും 460-നും ഇടയിലൊക്കെ ലൈവ് തൂക്കം പിടിക്കുന്ന ഒരു പോത്ത് നമ്മൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു 400-നും 440-നും ഇടയിൽ ലൈവ് തൂക്കം, അങ്ങനെയൊക്കെ പല രീതിയിൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോത്ത് വളർത്തൽ ഈ ഒരു കഴിഞ്ഞ കാലങ്ങളെ ഇതുപോലെ ആയിരിക്കില്ല, തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീണ്ടും കാണാൻ പുതിയൊരു വീഡിയോ ആയിട്ട്. എല്ലാവർക്കും ബൈ ബൈ.